വീട് നിർമ്മാണ സമയത്ത് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ മാഷാ അല്ലാ തബാറക്കല്ലാ എന്നത് എഴുതി വെക്കുന്നത് പരിഹാരമാണോ? ഒരു പരിഹാരം തന്നെയാണ്. എന്തുകൊണ്ട് മാഷാ അല്ലാ ഫലൗലാ ദഖൽത ജന്നതക ഫലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. അത് ദീനിൽപ്പെട്ട തന്നെയാണ്, ഒന്നും തെറ്റില്ല, നല്ലതാണ്. കണ്ണേർ എന്താണെങ്കിലും ഉണ്ടാവും ചെയ്യും. വീട് നിർമ്മാണ സംബന്ധമായ ഒരു പഠനം പിന്നീട് വരുന്നുണ്ട്. ഇനി വീട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വീട് ചെയ്തുണ്ടാവും. എന്തുകൊണ്ട്? വീടിന് പഴയ കാലത്തെ കണക്കുകൾ ഇന്നില്ല. പഴയ കാലത്തെ വീടിന്റെ കണക്കുകൾ ഇന്ന് നമ്മൾ പിന്തുടരുന്നില്ല. വീടിന് കണക്കാണ്. കബാലയത്തിന് വരെ കണക്കുണ്ട്. കിട്ടിയ കല്ല് വെച്ചാണ് ഉണ്ടാക്കിയതല്ല. വീട് ചെയ്യുമ്പോൾ വീടിനൊരു ശാസ്ത്രമുണ്ട്. വീടിന് ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം അനുസരിച്ച് ചെയ്യണം. ഇല്ലെങ്കിലോ ആ വീടിന് പിശാച് ഒഴിഞ്ഞോവില്ല. പള്ളി വീടനെയുള്ളൂ. തച്ചുശാസ്ത്രം ഒഴിവാക്കി. തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏതോ ശാസ്ത്രമല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നതും ഒരു കാലത്ത് അമ്പിയാക്കൾ പുറത്തുവിട്ടതുമായ ചില അടിസ്ഥാന ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രങ്ങൾ കഅബാലയത്തിനുണ്ടായിട്ടുണ്ട്. അതായത് കഅബാലയത്തിന് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഒരു മേഘം ഇങ്ങോട്ട് ഇറക്കി. അതിന്റെ ലെങ്ത്തും വെടുത്തും കൃത്യമായി അള്ളാഹു തആല വഹി മുഖേന വഹി നേരത്തെ കൊടുത്തു. പിന്നെ എന്തും കൊടുത്തു, ഒരു പ്ലാന്. ആ പ്ലാൻ ഇറക്കി കൊടുത്തു. ആർക്ക്? സയ്യിദുനാ ഇബ്രാഹിം നബിക്ക്. അതനുസരിച്ചാണ്. അതിലൊരു കല്ല് അങ്ങോട്ട് തെറിച്ചു നിന്നിട്ടില്ല. തെറിച്ചു നിന്നാൽ രക്തച്ചൊരിച്ചിലല്ലാതെ ഉണ്ടാവില്ല. പഴയ കാലത്തെ പള്ളി സമാധാനത്തിന് പള്ളികളായിരുന്നു. എന്തുകൊണ്ട്? ശാസ്ത്രക്കണക്ക് കൃത്യമായിരുന്നു. ഇന്നോ തല്ലല്ലാതൊന്നും പള്ളിയിലില്ല. എന്താ കാരണം? ശാസ്ത്രക്കണക്ക് പള്ളികളിലില്ല. ഒക്കെ പൊളിച്ച് നേരം എടുക്കണം. എന്നാ മാലിയിലെ ജനറൽ ബോഡി തല്ലുണ്ടാവില്ല, പിരിഞ്ഞോവില്ല. മോലിയര് 4 മാസം കൂടുന്നതോട് കൂടെ പിരിച്ചുവിടാൻ നോക്കുകയാണ്. പണ്ട് ഒരു മോലിയരെ കൊണ്ടുവന്നാക്കിയാൽ 40 കൊല്ലം 45 മരിച്ചിട്ട് അവിടെ കുഴിച്ചടക്കും. ഇതല്ലേ? ഇന്നോ ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് വന്നാൽ കമ്മിറ്റിക്ക് അങ്ങോട്ട് പറ്റില്ല, അങ്ങോട്ടും പറ്റും. എന്താ കാരണം? എവിടെ പെരുമാറുന്നത്? പള്ളിക്ക് ശാസ്ത്ര കണക്കില്ല. പള്ളിയാണെങ്കിലും ശാസ്ത്ര കണക്ക് വേണ്ടേ? അത് അതിന്റെ ആളുകളോട് ചോദിക്കണം. എല്ലാം എനിക്കറിയും എന്ന് പറഞ്ഞ് നടക്കരുത്. എങ്ങനെയല്ല അറിയണേ? ഒരു ഇൽമ ആ ആൾക്കല്ലേ അറിയുള്ളൂ. അതിന്റെ ആൾക്കല്ലേ ആ ഇൽമ അറിയുള്ളൂ. നിങ്ങൾക്കുള്ള ഇൽമ എന്തൊക്കെ ജാതി ഇൽമാണ്. പഴയ കാലത്ത് വീടുകളിൽ പൊരുത്തണ്ട്, ഇന്ന് വീടുകളിൽ പൊരുത്തമില്ല. ഞാൻ വേറെ സംഭവം പറഞ്ഞുതരാം. നല്ല നിലക്ക് കഴിഞ്ഞുകൂടിയിരുന്നൊരു ഒരു പോര നല്ല വീടിലേക്ക് എടുത്തത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞിട്ടാ. ഇതൊന്നല്ല, ഇതൊരു ലോഡ് വരാൻ പോകുന്നുണ്ട്. നല്ല നിലക്ക് നടന്നിരുന്നൊരു പോര, നല്ല റാഹത്ത് കഴിഞ്ഞു വരുന്നൊരു പോര. ആ പൊരയിൽ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ? പെങ്ങളെ കെട്ടിച്ചപ്പോൾ ഒരു സൈഡിക്ക് ഒരു മുറിയാണ് എടുത്തു. അവിടെയാണ് സൗകര്യം. അവിടെ മറ്റൊരു കവുങ്ങാണ്, പുറത്തെ തെങ്ങ് പോവും. അന്ന് തുടങ്ങും പ്രശ്നം. ആ കല്യാണം തന്നെ മര്യാദ കടന്നില്ല. എന്റെ സംഗതി അത് ഓലപ്പരയാണെങ്കിൽ പോലും അതൊരു ശാസ്ത്ര കണക്കിലെടുത്തതായിരിക്കും. അക്കാലത്ത് അത്തരം ശാസ്ത്രമായിരുന്ന ആലിമ്യങ്ങളുണ്ട്. നല്ല നല്ല ആശാരിമാരുണ്ട്. ആശാരിമാരെ അവലംബിക്കണം. എന്തിൽ? അയാൾക്ക് അറിയുന്ന ശാസ്ത്രത്തിൽ. കാർഡിയോളജിസ്റ്റ് രാമേന്ദ്രനെ ആശ്രയിക്കണം. എന്തിൽ? അതെങ്ങനെ ശിർക്കാവും? അതൊരു ശാസ്ത്രമല്ലേ? കാർഡിയോളജി ഒരു ശാസ്ത്രമാണെങ്കിൽ പൊരണ്ടാക്കൽ ഒരു ശാസ്ത്രമാണോ? നല്ലോണം ശ്രദ്ധിക്കണം. കണക്ക് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇല്ല, ഒന്നുമില്ല. 90% പൊര തച്ച് പൊളിച്ചിട്ട് പുറത്ത് എടുക്കണം. പണ്ടുള്ള പൊര ചെറുതാണെങ്കിലും മുറ്റത്ത് ഒരാളാണ് വന്നാൽ അയാൾക്ക് അടുക്കള വാതിലാണ് കാണും. സ്വാലിങ്ങൾ മറ തൂക്കും. എന്റെ ഈ ചുമരിന്റെ അവിടെ വെടിപ്പൊയ്തുണ്ട്. ജനൽ അക്കാലത്ത് വെക്കാൻ ജനൽ വാങ്ങാനുള്ള പൈസ ഇല്ല അവിടെ. അതിന് കണക്കാക്കിയിട്ട് നടുമുറിയിൽ വെടിപ്പോയതുണ്ട്, അപ്പുറത്തെ മുറിയിൽ പുറത്തേക്ക് വെടിപ്പോയതുണ്ട്. എന്റെ കാറ്റ് കൃത്യമായിരിക്കും. കാറ്റ് കൃത്യമില്ലാത്ത ഒരു വീട്ടിലും പാർക്കരുത്. അത് ശൈത്താൻ ഉറപ്പായിട്ടുണ്ടാവും. ഗൾഫ് വന്നപ്പോ കണ്ട മാതിരി ഓരോരുത്തരും പൊരെടുത്തു. തല്ലും പൊടി അല്ലാതെ ഒന്നുമില്ലല്ലോ. വല്ലതും ഉണ്ടോ പൊരയില്? ഇക്കാക്കയും ഇത്താത്തിയും തെറ്റാണ്. ബർക്കത്തുള്ള കൈയോട് തറട്ട പോരാ, അയാൾക്ക് അറിയോ നോക്കണം. ചിലപ്പോ ആ തങ്ങളെ കൈയോട് തറക്കല്ലിട്ടത് കൊണ്ടായിരിക്കാം ലേശർ ചെറു കുറവ്. ബർക്കത്തിന് സഹരുണ്ടല്ലോ, എന്നാലും വിഷയം തീരൂല. തങ്ങൾ ആദ്യം എന്ത് നോക്കണം? തങ്ങളാണെങ്കിലും മോലിയരാണെങ്കിലും എന്ത് നോക്കണം? എൻ്റെ ഉമ്മാക്ക് തറക്കല്ലിടാ, 5 വക്ത് നിസ്കരിക്കണം, സാലിയത്തെ അമ്മയാണ്. പക്ഷെ എന്ത് ശരിയാക്കണം? ശാസ്ത്രക്കണക്ക് ശരിയാക്കണം. അതിന് വിരൽ കണക്ക് വരെ ഉണ്ട്. ഇത്തര കോലി, ഇത്തര വിരൽ. ആ വിരലും അവിടെ മുറിച്ച്
ചില വിരൽ കിട്ടണമെങ്കിൽ ആ പാറ പൊട്ടിക്കണം. എന്നാ പാറ പൊട്ടിക്കും. എന്തേ? ആ വിരലാണ് ക്ലിയറായി കയറണം. വെടുത്തും ലെങ്ത്തും ക്ലിയറായി വിരൽ കണക്ക്. അങ്ങനെയാണ് എന്ത് വരെ ഉണ്ടാക്കിയത്? കബാല ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അതിനൊരു 4 ഇഞ്ച് മാറ്റല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ എന്താണ്? ഹിദായത്തുണ്ട്, അമ്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു വമൻ ദഖലഹു കാന ആമിന വമൻ ദഖലഹു കാന ആമിന. അള്ളാന്റെ വീട്ടിൽ കയറിയാൽ എന്തുണ്ടാവണം? സമാധാനവും സന്തോഷവും ഉണ്ടാവണം. നമ്മളെ നാട്ടിലെ 90% പള്ളികൾക്കും ശാസ്ത്ര കണക്കില്ല. മഹല്ലിൽ തല്ലിന് കുറവില്ല. മോലിയാരെ ആത്മായി തിരിച്ചുവിടും. ഈ ശാസ്ത്ര കണക്ക് എങ്ങനെയാ ഇവിടെ ഒഴിവാക്കുക? അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഇന്ന് സുന്നിയല്ല, മറ്റരായി. ശാസ്ത്രക്കണക്കുകൾ വേണ്ട എന്ന് വിചാരിക്കുന്ന വിഭാഗങ്ങൾ സുന്നികളല്ല. പക്ഷെ സുന്നികൾ മറ്റൊരു കോഴിപ്പെട്ടു പോ. കിട്ടുന്ന പൈസ എടുക്കാനുള്ള പള്ളി, കിട്ടുന്ന പൈസ എടുക്കാനുള്ളതാണ് പോരാ. എന്തിനും എന്തുണ്ട്? ശാസ്ത്രല്ലേ? അതിന് ശാസ്ത്രം. ആ ശാസ്ത്രത്തിനെ നമ്മൾ ഉപേക്ഷിച്ചു. ഓരോന്നിനും ശാസ്ത്രമുണ്ട്. അത് അല്ലാഹു തആല അമ്പിയാക്കൾ വഴി നമ്മളെ പഠിപ്പിച്ചതാണ്. ആ ശാസ്ത്രത്തെ അവലംബിച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ശാസ്ത്രം ഒത്താ തന്നെ അയിന് വരും. ഇപ്പൊ അയിനിന്റെ ആവശ്യമില്ല. കാരണം ആ പൊരിൽ ആരാ പണിയെടുക്കുന്നത്? ശൈത്താന്. ചില വഴിക്ക് നേര് ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പൊ 3 വഴി കൂടുന്നിടത്ത് പരണ്ടാക്കൂല പഴയ കാലത്ത്. എന്തുകൊണ്ട്? അവിടെ ആരുണ്ടാവും? ശൈത്താൻ. ഉറപ്പ്. ഞാൻ ഓക്സ്ഫോർഡിന്റെ പുസ്തകത്തിൽ കാണിച്ചു തരാം. 3 വഴികളിലോട്ട് ശൈത്താൻ ഉണ്ടാവും. ഞാൻ ഓക്സ്ഫോർഡിന്റെ പുസ്തകത്തിൽ കാണിച്ചു തരാം. ഓക്സ്ഫോർഡ് പുറത്തിറക്കിയ പുസ്തകത്തിൽ കാണിച്ചു തരാം. പൊരനെ പറ്റി ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. പൊര എടുക്കുമ്പം നല്ല പോലെ ആലോചിക്കണം. അതിന് 3-4 ആളോട് ചോദിക്കണം. അത് ക്ലിയർ ആക്കണം. ചിലപ്പോൾ ആ ശാസ്ത്രം അറിയുന്ന ഹിന്ദു സഹോദരങ്ങളുണ്ടാവും. അവരോട് ചോദിക്കണം. പഴയ കാലത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ. ആലിമ്യങ്ങളെ തറക്കല്ലിടുക. പക്ഷെ എന്ത് ചെയ്യണം? മുത്താശാരിയെ വിളിക്കും. എന്റെ അവരുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ശാസ്ത്രം ഉണ്ടോ? ആ ശാസ്ത്രത്തിനൊരു വിലല്ലേ? ആയത്തുൽ കുർസി ഓതിയൊക്കെ തന്നെയാണ് തറക്കല്ലിടുക. എല്ലാം തലേ നമ്മൾ മൗലിദൊക്കെ ഓടും. പക്ഷെ എന്തുണ്ടാവണം? അതിന്റെ ശാസ്ത്ര കണക്ക് നോക്കണ്ടേ? എന്തിനും ശാസ്ത്ര കണക്കുണ്ട്. ആ ശാസ്ത്ര കണക്ക് ആധുനിക ലോകം തെറ്റിച്ചു. അതോടുകൂടെ ഫിത്തിന ഫസാദ് അല്ലാതൊന്നുമില്ല.